അതേ പരാതി നിയമാനുസൃതമായിട്ടുള്ള നടപടികൾക്ക് വിധേയമാകട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകട്ടെ. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. തെരഞ്ഞെടുപ്പ് കാലമാണ്, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന് അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ട്? തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉയർത്തുന്ന ജനകീയ പ്രശ്നങ്ങൾ, സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, അതൊന്നും ഇതുകൊണ്ട് മറച്ചു പിടിക്കാൻ ആർക്കും കഴിയില്ല. രാഹുൽ മാക്കൂട്ടത്തിൽ ഇഷ്യൂ കുറേ നാളായിട്ട് കേരളത്തിൽ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. ആ വിഷയം ഉയർന്നപ്പോൾ തന്നെ രാഹുൽ മാക്കൂട്ടത്തിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ പോലീസിൻ്റെ അന്വേഷണം കുറേ നാളായിട്ട് നടക്കുകയാണ്. ആ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ആ പരാതിയിൽ അതിൻ്റെ നിയമാനുസൃത നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടി രാഹുലിനെതിരെ ഉണ്ടാവും, അത് സസ്പെൻഷൻ തന്നെ നിൽക്കും. നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് ഞങ്ങളല്ലല്ലോ. അല്ല, രാഹുലിനെതിരായിട്ടുള്ള പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്വേഷണ നടപടികൾ എവിടെ എത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല. അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാക്കുകളാണ് കേട്ടത്. നമ്മൾ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അരുണാലത്തൂരിലേക്ക് അരുൺ, നിലവിലിപ്പോൾ അഭിഭാഷകരുമായി രാഹുൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള ചില സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ പരാതിയും തെളിവുകളും കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കാമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് പരിരക്ഷയൊന്നും രാഹുലിന് കിട്ടില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്തരമൊരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയത് ഇതിൽ നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ കോൺഗ്രസിന്റെ നേതാക്കളും മറ്റുമൊക്കെ നേരത്തെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്നുള്ളത് ഇതിൽ പരാതിയുണ്ടോ, അതല്ലെങ്കിൽ വളരെ ഇതിനെ നിസാരവൽക്കരിക്കുന്ന ഒരു നടപടിയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കളുടെയൊക്കെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴേതായാലും ഇതിൽ പരാതി ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇത്രയും കാലം ഇതിൽ പരാതി നൽകാതിരുന്നത് പോലും ഇത്തരം വളരെ ഗൗരവം